ദോഷമില്ലാത്ത ചാനലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. അപ്പൊ എന്തായിരുന്നു ആ ലക്ഷ്യം എന്നുള്ളതൊന്നും? നല്ല സിനിമ തന്നെയാ ലക്ഷ്യം. നല്ല സിനിമകളുടെ ഭാഗമായിട്ടാണ്. അതെ, അതൊന്ന് നൂൽപ്പാലം പോലെ അതൊന്നും അങ്ങനെ എപ്പോഴും ചാടി പോവാ. അതിലെങ്ങനെ നിന്ന് ചെന്നെത്തണം, നല്ല നല്ല കഥാപാത്രത്തിൽ ചെന്നെത്തണം. 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കണ്ട നടന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത അത്രയൊന്നും ആയില്ല. അത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമല്ലേ ഇത്. കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ വേണ്ടത്? ഇന്ദ്രൻ ചേട്ടന്റെ മുഖത്ത് എപ്പോഴും ചിരി കാണുന്ന ആൾക്കാർക്ക് ഈ ചിരി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? ചില സമയത്ത് ഈ ചിരി ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ നിർത്താൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൂഡിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴപ്പോഴുള്ള മൂഡ് തന്നെ. അതിനു വേണ്ടി അഭിനയിക്കാറില്ല. സിനിമ ഇല്ലെങ്കിൽ അഭിനയിക്കാനും നിന്നിട്ടേ ഇല്ല. സിനിമയിലേ മാത്രമേ അഭിനയിക്കുള്ളൂ. ഇന്നതുപോലത്തെ ഭയങ്കര മുഴുനീള കഥാപാത്രം, നായക വേഷം, അതൊക്കെ തന്നെയായിരുന്നു സങ്കല്പം. പിന്നെ അതൊക്കെ നമ്മൾ ദാഹമല്ലേ, ഒരു വെള്ളം കുടിക്കും, കുറച്ച് അത് മതിയാവും, വീണ്ടും ദാഹിക്കും എന്നതുപോലെ തന്നെ. നടന്മാരെല്ലാം കാണുന്നത് ശ്രീനിവാസ് സാറിനാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അതിനെ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പിന്നെ അനശ്വര ടെക്സ്റ്റ് മറക്കൂല, 30 വർഷമായി. അപ്പോൾ അതിനെ ഇങ്ങനെ കൈ കൊണ്ടെല്ലാം ആക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടി കൈ തൊട്ട് ഞാൻ ഓടിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നെ ശ്രീനിവാസ് സാർ എന്നെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് അദ്ദേഹത്തോട് അഭിനയിക്കാനൊക്കെ പറ്റി. വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ഒരു സീൻ ചെയ്യണമെന്ന് തോന്നും. ആദ്യം ഒരു ഡയലോഗ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി കൂടെ വലുതായിരുന്നെങ്കിൽ, അങ്ങനെ വരില്ലേ. അത് ഓരോ സിനിമ അത് ഓടുമ്പോഴത്തേക്ക്, നമ്മുടെ ഒരു പോസ്റ്റർ വരുമ്പോഴത്തേക്ക് ഒക്കെ ഓരോ ഞെട്ടല. ഓരോ ദിവസം സിനിമ തന്നെയാണ് ആഗ്രഹങ്ങൾ എപ്പോഴും. ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലേ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം ഇന്ദ്രൻ ചേട്ടനും ശ്രീ ഉണ്ണിരാജൻ. ചേട്ടാന്ന് വിളിക്കാനുള്ള പ്രായം ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. കുണ്ടലപുരാണം എന്ന് പറയുന്ന പേര് കേട്ടപ്പം, കുണ്ടലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് കമ്മൽ എന്നാണ്. പക്ഷെ കിണർ, അപ്പൊ ഇത് കണക്ട് ചെയ്ത് വരുമ്പം കിണറിന് കുണ്ടലം എന്നൊരു പേരുണ്ടോ എന്നൊരു സംശയമായി. അപ്പൊ ഡിക്ഷണറി തപ്പുന്നതിന് വരെ നിങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് ഈ കുണ്ടലപുരാണം പേര് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് അതിൻ്റെ ഒരു ചരിത്രം, അതിന് തന്നെയാണ്. പിന്നെ അവിടെ കുണ്ടെന്ന് പറയുമോ? അപ്പൊ ഇത് ഈ പറഞ്ഞ കണക്കുള്ള ഒരു ഉറവയും ആ നാട്ടുകാരുടെ സ്നേഹവും ഒക്കെ കൂടെ ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ മോടി പിടിപ്പിക്കാൻ പറ്റാത്തവരും മോടി പിടിപ്പിക്കുന്നവരും ഒക്കെ തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങലൊക്കെയാണ്. ഈ കൊടുക്കൽ വാങ്ങൽ, നാട്ടിൻപുറത്തിന്റെ നന്മ എന്നൊക്കെ പറയുന്നത് എവിടെയൊക്കെയോ നമുക്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോയൊരു സിനാരിയോ ആണ്. കാരണം എല്ലാം സിറ്റി ഫീലാണല്ലേ. കേരളത്തിൽ എവിടെ നോക്കിയാലും എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മളൊക്കെ പഴയ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി എല്ലാവരും അപ്പന ജോലിയിൽ തിരക്കിലായിട്ട് പോകുന്നു. അപ്പോൾ ഈ പണ്ട് കാലത്ത് നമ്മളൊക്കെ ജനിച്ച് വളർന്ന സമയത്ത് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ നന്മ, അതെ പണ്ട് മതിലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ നാട്ടിലെ കയ്യാലയാണ്. കമ്മ്യൂണിസ്റ്റ് അവര് സീമക്കൊന്നാലും പറയും, ചെറിയ മരം കുഴിച്ചിട്ടിട്ടുണ്ടാവും. മതിലെന്ന് പറഞ്ഞ പരിപാടിയെ ഇല്ല. ചെറിയ വേലി ഒരു നാരാണി കുറച്ച് ചായപ്പൊടി വേണം എന്ന് പറയുമ്പോൾ വേഗം പോയിട്ട് ഒരു ഗ്ലാസ്സിൽ ചായപ്പൊടി മേടിച്ചു കൊടുത്താൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എടാ നീ ആടുന്ന പഞ്ചസാര മേടിച്ചോണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഒറ്റ കിണറിലും ഉണ്ടാവും, കിണറുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു 5-8 വീട്ടിൽ ആടെ നല്ല വെള്ളം കോരാൻ പേരെ കുടിക്കും, എല്ലാ പരിപാടി ആടുന്ന. പക്ഷെ അത് രസാ. വേറെ മീൻ മേടിക്കുന്ന നാരാട്ടി അരിയെല്ലാം വന്ന് മീനെല്ലാം മേടിച്ചെല്ലാം കൊണ്ടുപോകും. ഇപ്പം ആ പരിപാടി ഇപ്പം ഉണ്ട്. അങ്ങനത്തെ ഒരു സ്നേഹമുണ്ട് സംഭവമായിരുന്നു അല്ലേ. കുണ്ടലപുരാണത്തിന്റെ സ്ലാങ് മൊത്തം അങ്ങനെയാണ്. കാസർഗോഡ് ഭാഷയാണ് കംപ്ലീറ്റ്ലി പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സബ് ടൈറ്റിൽ വേണ്ടി വരുമോ? കാരണം നമ്മൾ മറ്റേ അന്യഭാഷ സിനിമയൊക്കെ കാണുന്ന പോലെ നമ്മള് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകാർക്കൊക്കെ ഒരുവിധം കണ്ണൂര് വരെയൊക്കെ ഒപ്പിക്കാം, ഭാഷ ഏകദേശം ഒപ്പിക്കാം. പക്ഷെ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ലേ. ഈ നമ്മള് അന്യഗ്രഹത്തിലൊക്കെ എത്തിപ്പെട്ടതുപോലെ വേറെ എന്തോ ചേട്ടൻ തോന്നിയിട്ടില്ലേ? ഒന്ന് സ്ലോ ആക്കി തന്നാൽ ചിലപ്പോ പിടികിട്ടും. ഏറ്റവും വലിയൊരു ചലഞ്ച് ട്രിവാൻഡ്രംകാരൻ, നല്ല ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്ന് ഏകദേശം ഭാഷയിലൊക്കെ ഒരു ചെറിയ ട്രിവാൻഡ്രം ചായ്വൊക്കെ ഉള്ള ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്
കാസർഗോഡ് സ്ലാങ് പിടിക്കുക എന്നുള്ളത്. അപ്പം കാസർഗോഡുകാരനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഭാഷ തന്നെ ആയിരുന്നിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ 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 അത് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവും, ചിലതൊക്കെ തിരിച്ചു പറയാനും പറ്റും. ഒരാഴ്ചക്ക് അവരോട് വന്നാലും ചിലപ്പോൾ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു അതാണല്ലോ ആർട്ടിസ്റ്റുകളുടെ പ്രത്യേകത. നമ്മള് എവിടെ കൊണ്ടിടുന്നു അവിടെ അനുസരിച്ച് നമ്മള് അതനുസരിച്ച് ഉയർന്നു വരും എന്നുള്ളതാണ്. ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിൽ ചെറുതൂർ എന്ന സ്ഥലമാണ്. അതിന്റെ അപ്പുറം നീലേശ്വരം, കാഞ്ഞങ്ങാട്, പെരിയ ഇങ്ങനെ പോകും. കാസർഗോഡ്, മഞ്ചേശ്വരം, അങ്ങനെ കുമ്പള, ഇങ്ങനെ കുറെ സംഭവം. ഈ ഞാൻ നിൽക്കുന്ന ചെറുത്തൂരുകാരന്റെ നമ്മളതേ ജില്ലയില് മഞ്ചേശ്വരം ഭാഷ കിട്ടൂല. അങ്ങനെ സപ്തഭാഷ സംഗമം, അതൊരു പ്രശ്നമുണ്ട്. പല മലയാളത്തിന്റെ കന്നഡയുടെ തുളുവിന്റെ സ്വാധീനം വരുന്നുണ്ട്. ചെറിയ 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 ദേശം മാറുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഭാഷയിൽ മാറ്റം വരുന്നു. സംഭവമുണ്ട്. ഇപ്പൊ നമ്മുടെ ഗുണ്ടലപുരാണത്തിലെ ഈ നാട്ടിൻപുറത്തുള്ള വേണുവേട്ടന്റെ ആ ഒരു കുടുംബത്തിന്റെ കഥ കൂടിയാണ്. വേണുവേട്ടനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. വേണുവേട്ടൻ ഏറ്റവും വലിയ ദോസ്തുമാണ്. നിങ്ങൾ ചങ്ങായി എന്നല്ലേ പറയുന്നേ കൂട്ടുകാരെ? കൂട്ടുകാരന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ചങ്ങായി എന്നല്ലേ? തീർച്ചയായും. വേറെ എന്തെങ്കിലും വാക്കുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ഈ ഞാൻ ശരിക്കും തിരുവനന്തപുരത്തുനിന്ന് അങ്ങോട്ട് ജോലി തേടി പോയവനാ. അവിടെ ചെന്ന് ചേർന്നത് അവരുടെ കൂട്ടത്തിൽ. പക്ഷെ ഒരുപാട് അവരെ കൂട്ടത്തിൽ തന്നെ അവർ ചേർക്കുകയും അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എനിക്ക് എല്ലാ കാര്യത്തിലും ഇത്തിരി ഇല്ലായ്മയിലും ഒക്കെ കൂട്ടിച്ചേരുന്നൊരു ഓട്ടോക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം. അതാണ് കുറച്ച് സീനും പടത്തിലും ഉടനീളം ഉള്ളത് എല്ലാം അറിയാവുന്നൊരു കൂട്ടുകാരൻ. നിങ്ങൾ രണ്ടുപേരും സിനിമ കരിയറിൽ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടനെ പോലെ ഒരു മുഴുനീള വേഷമായിട്ടാണ് കിട്ടിയത് എനിക്ക്. അത് പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ടാണ്. കാരണം ഓട്ടോറിക്ഷ പഠിക്കാൻ പറ്റിയതിനപ്പുറം അതിനപ്പുറം ഇന്ദ്രൻ ചേട്ടനെയും കൂട്ടി ഓട്ടോറിക്ഷ ഓടിച്ചു പോയി. റോഡുമ്പോൾ തന്നെ പോയി. അതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല ശരിക്കും. ഇന്ദ്രൻ ചേട്ടൻ ബാക്കിൽ മുമ്പിൽ ക്യാമറ എല്ലാം കെട്ടി പോകുന്ന ഒരു നല്ല രംഗമുണ്ട്. അത് മനസ്സിൽ പോന്നേ ഇല്ല. പടം കഴിഞ്ഞിട്ട് കുറേ ദിവസം എടുക്കാം. ഇന്ദ്രൻ ചേട്ടനിൽ ഇരിക്കുന്നത് അതുപോലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അരുവത്ത്. അപ്പം ഇന്ദ്രൻ ചേട്ടനോട് സംസാരിക്കണം, നോക്കണം, വണ്ടി ഓടിക്കണം, ഇല്ല കാറ് പോകും, ലോറി പോകും എന്നെല്ലാം നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ഇത് ഓടിച്ചു പോകുന്നു. അങ്ങനെയുള്ളൊരു നല്ല അനുഭവമാണത്. പിന്നെ അതിലൊരു കാമുകിയുണ്ട്. നല്ലൊരു കാമുകി, അടിപൊളി കാമുകി. ഓളെ നമ്മളെ വലിയ മൈൻഡ് ആക്കുന്നില്ലെങ്കിൽ നമ്മളോളെ നല്ലോണം മൈൻഡ് ആക്കും. ആ ഓട്ടോറിക്ഷ മേടിച്ച പൈസ എല്ലാം പോക്ക് കൊടുക്കും. ഓള് കാതില് ഇതെല്ലാം മേടിച്ചു കൊടുക്കും. സ്വർണത്തിന്റെ അല്ല, ഗ്യാരണ്ടി സാധനം കൊടുക്കില്ല. നമ്മൾ രസകരമാണ്. നല്ല നാട്ടിന്റെ ഒരുപാട് നന്മകളും അല്ലെങ്കിൽ കുറേ കുടുംബശ്രീ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പുതിയ ആൾക്കാരാണ് അഭിനയിക്കുന്നത്. അവരെ സംവിധാനം, അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം എല്ലാം കൂടിയിട്ട് നല്ല രസമില്ലേ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഈ ജൂൺ 28 പടം റിലീസാണ്. അതെല്ലാവരും പോയി കാണണം തന്നെ പറയുന്നത്. നാട്ടിൻപുറം കാസർഗോഡ് പടമാണ്. ഈ ഒരു കഥാപാത്രം വേണുവേട്ടന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അയാളൊരു സെക്യൂരിറ്റിക്കാരനാണ്. അപ്പോൾ ഒരു ബാർ ഹോട്ടലിലൊക്കെ സെക്യൂരിറ്റി പണി ചെയ്യുന്ന ആളാണ്. ഭാര്യയും ജോലിക്ക് മറ്റേ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഒരു മോളുണ്ട്. അപ്പോൾ അത് വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നവർ. അത് ആ മോളുടെ ഇഷ്ടം, അവർക്കൊരു കമ്മൽ വാങ്ങാൻ വേണ്ടി നടക്കുന്നത്, ഇവരൊക്കെ സഹായിക്കുന്നതും ഒക്കെ തന്നെയാണ്. ഒരു കൂട്ടായിട്ടുള്ളൊരു ജീവിതം. വളരെ പലരും പല രീതിയിലാണ്. ഒരു വേണുവിൻ്റെ മാത്രമല്ലാത്ത ഒരുപാട് വേരുകളുണ്ട്. കഥാപാത്രങ്ങളും അവരുടെ ജീവിതവും ഒക്കെ പറഞ്ഞു പോകുന്നൊരു. നമ്മുടെ എല്ലാവരുടെ ജീവിതവും നമ്മൾ എത്തിപ്പെടുന്ന യാത്രകളൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളും ഇതേപോലെ സിനിമയിലേക്ക്, എനിക്കറിയില്ല, സിനിമ എന്നുള്ളൊരു അല്ലെങ്കിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണോ ചേട്ടൻ സിനിമയിൽ എത്തിയെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം കോസ്റ്റ്യൂമർ ആയിട്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് അഭിനയം മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുഞ്ഞിലേ ഇഷ്ടമായിരുന്നു. എനിക്കൊന്ന് ആദ്യത്തെ സിനിമയിൽ തന്നെ മുഖം കാണിച്ചിട്ടുമുണ്ട്. അത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ അതാ ആക്സിഡന്റലി വന്നു ചേർന്നാണോ അഭിനയിക്കാനും കൂടി ഉള്ളത്? അവർക്കൊക്കെ അറിയാമായിരുന്നു അഭിനയം ഇഷ്ടമാണ് എന്നുള്ളത്. ആ ഒരു എന്താ പറയാ, തുടക്കത്തിൽ നിന്നും ഒത്തിരി വർഷം എടുത്തു ഓരോ ചുവടുകൾ വെച്ച് മുന്നോട്ട് വരാനായിട്ട്. എനിക്ക് തോന്നുന്നു ഓരോ 10 വർഷമായിട്ട് നമുക്ക് കൂട്ടാം. 80s മൊത്തം എല്ലാ സിനിമകളും മുഖം കാണിക്കാനുള്ള അവസരം അല്ലേ, ഡയലോഗ്, വളരെ ചെറിയ ഡയലോഗുകളൊക്കെ. അത് കഴിഞ്ഞ് ഓരോ വർഷം കഴിയും തോറും ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ആ സമയത്തൊക്കെ? അല്ല, അഭിനയത്തിൽ തന്നെ
ഇന്നതുപോലത്തെ ഭയങ്കര മുഴുനീള കഥാപാത്രം, നായക വേഷം, അതൊക്കെ തന്നെയായിരുന്നു സങ്കല്പം? പിന്നെ അതൊക്കെ നമ്മൾ ദാഹമല്ലേ, ഒരു വെള്ളം കുടിക്കും, കുറച്ച് അത് മതിയാവും, വീണ്ടും ദാഹിക്കും എന്നതുപോലെ തന്നെ. എല്ലാവരോടും പറയുമായിരുന്നു എനിക്ക് നല്ല വേഷങ്ങൾ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം എന്നുള്ളത്. ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഇത്രയും വർഷത്തെ ഈ യാത്ര ഭയങ്കര എന്താ ഫീൽ ചെയ്യുന്നേ? ദോഷമില്ലാത്ത ചാനലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, എങ്കിലും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. അപ്പൊ എന്തായിരുന്നു ആ ലക്ഷ്യം എന്നുള്ളതൊന്ന്? നല്ല സിനിമ തന്നെയാ ലക്ഷ്യം. നല്ല സിനിമകളുടെ ഭാഗമായിട്ടാണ്. അതെ, അതൊന്ന് സിനിമ നൂൽപ്പാലം പോലെ അതൊന്നും അങ്ങനെ എപ്പോഴും ചാടി പോവാം. അതിലങ്ങനെ നിന്ന് ചെന്നെത്തണം, നല്ല നല്ല കഥാപാത്രത്തിൽ ചെന്നെത്തണം. അപ്പം ശരിക്കും ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഒരു ക്യൂവിലേക്കാണ് ഇപ്പം എത്തിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ക്യാരക്ടറൊക്കെ ചെയ്യാൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യണം. വലിയ വലിയ ആർട്ടിസ്റ്റുകളെയും താരങ്ങളെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആരാധിച്ചവരെയൊക്കെ. അപ്പം അവരുടെയൊക്കെ പ്രകടനം അതിനകത്ത് അതുപോലെയൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിക്കാമെന്നുള്ളതല്ല, അതിനുള്ള ശബ്ദം കൊണ്ടോ ശാരീരികമായിട്ടോ ഒന്നും എത്താൻ പറ്റത്തില്ല. അപ്പം അത്രയും പണിയെടുക്കണം മനസ്സുകൊണ്ട്, കഥാപാത്രത്തെ ചെയ്യാനുള്ളൊരു സ്ഥലത്തേക്ക് എത്തണം. അതിന് കുറേ ശ്രമമുണ്ട്. കേൾക്കുമ്പോ എന്ത് സന്തോഷാണ്. കാരണം 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കണ്ട നടന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത അത്രയൊന്നും ആയില്ല. അങ്ങനെ അത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമല്ലേ ഇത്. കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറം എന്താ വേണ്ടത്? ഒരു കലാകാരനെ ഊർജ്ജമല്ലേ, നമ്മളെ കണ്ടും ഇഷ്ടപ്പെട്ടും അല്ലെ. ധനമല്ല എൻ്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ട് പണ്ട് ധനം, മോഹൻലാലിന്റെ പടം ധനം, CP മാരി സാറിന്റെ ധനമല്ല. നമ്മള് ഇങ്ങനെ കാഞ്ഞങ്ങാട് പോയിട്ട് കാണുന്ന ആ കാലം, റിലീസ് പടം കാണുന്ന ഒരു കാലം 10-30 വർഷം പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തോട് കൂടെ അഭിനയിച്ചു, മുന്നിലുള്ള വേഷം ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, നല്ലൊരു ബന്ധം, സ്നേഹം. എവിടെ കണ്ടാലും ഉണ്ണി വടാന്ന് പറഞ്ഞിരിക്കും, അങ്ങനെ സംഭവമുണ്ട്. ഈ പടത്തിന് മുമ്പേ നമ്മൾ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെന്നൊരു സംഭവം. നമ്മളെല്ലാം സാധാരണക്കാരാണ്, നാട്ടിൻപുറത്തെ എന്നാ പറയേണ്ടത്, ജീവിത യാഥാർത്ഥ്യം ഇങ്ങനെ ഓട്ടപ്പാച്ചല്ലേ, എടുക്കാത്ത പണിയില്ല, വാർപ്പ്, തേപ്പ്, പെയിന്റിങ്, എല്ലാ പണിയും എടുത്ത് റോഡിന്റെ പണിയൊക്കെ എടുത്തിട്ടില്ല ഒരു യാത്രയാണ്. അപ്പം പെട്ടെന്നൊന്ന് കളിച്ചിട്ടാന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം കളിച്ചിട്ട് കൊടുക്കും. അഭിനയൊന്നും അറിയില്ല. അന്നേരം പിന്നെ ആക്ഷൻ മതി, കട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിലൊക്കെ കുഞ്ഞമ്മണി ഹോസ്പിറ്റലിൽ പോയിട്ട് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ പോകുമ്പോൾ ഞാൻ എന്താണ് സാർ വേഷം ഞാൻ ചോദിക്കില്ല, അപ്പൊ വേഷം പോയാലോ വിചാരിച്ചിട്ട്, ആയിക്കോട്ടെ 4 ദിവസം ഉണ്ട്, ആയിക്കോട്ടെ സാർ. അവിടെ എത്തി, എല്ലാം റെഡിയാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, പെയിൻറ്ററാണ് ഇതെല്ലാം അടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയുമ്പോൾ എല്ലാം ഇത് കറക്റ്റ് ആയിരിക്കണം, എല്ലാം മനസ്സിലാവില്ല ഇത് അടിക്കുമ്പോൾ സംഭവം, ക്യാമറയിൽ അത് ഭയങ്കര നിങ്ങൾ ചെയ്യുന്ന മോശം ഒന്നും എന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ കാണിച്ചു തന്നു, ഇങ്ങനെയൊന്നും എല്ലാം അപ്പോൾ റെഡി, ക്യാമറ ആക്ഷൻ, അവിടെ മൊത്തം പെയിന്റ് അടിച്ചു കൊടുത്തു. അപ്പൊ കട്ടിയിട്ട് പറഞ്ഞു, ഇത് കറക്റ്റാണല്ലോ നിങ്ങൾ, ഞാൻ 18 കൊല്ലം എടുത്ത പണിയാണത്, ഇവിടെ എടുത്തുന്നേ ഇല്ലു. അല്ല അങ്ങനല്ല, കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുണ്ട്, അനുഭവത്തിന് കുറേ ഇന്ദ്രചേട്ടൻ പറയുന്ന പോലെ കുറേ അനുഭവവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അഭിനയം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ കുറച്ചും കൂടെ നമുക്ക് അക്കാഡമിക് ഒന്നുമില്ല, തിയേറ്റർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരു ക്യാമ്പുമില്ല, ഒന്നുമില്ല. ഒരു യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. ഉണ്ണി എന്ന് പറയുമ്പം വിളിക്കും, അങ്ങനെ വലിയ വേഷം ചെയ്തിട്ടെങ്കിലും കുഞ്ഞു വേഷങ്ങൾ അടിയിടൊക്കെ ഉണ്ടാകുമ്പോൾ ആര് കണ്ടാലും പറയും. അവരെ ഇതിൻ്റെ സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന വന്ന് കഥ പറഞ്ഞ എൻ്റെ സുധീഷാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അദ്ദേഹം നാട്ടും പുറത്തുകാരനെ, സന്തോഷം എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ ഇന്ദ്രൻ ചേട്ടനാണ് ഇതിൻ്റെ പ്രധാന വേഷം ചെയ്യുന്നത് പറഞ്ഞു. അപ്പം നമുക്കൊരു പേടിയുണ്ടായി സംഭവം. അഭിനയിച്ച മുഴുന്നുള്ള വേഷമാണ്, ഇന്ദ്രൻ ചേട്ടപ്പൻ തന്നെ ഉണ്ട്, അടിയിടൊക്കെ ഉണ്ട്. അങ്ങനെ വേഷം ചെയ്യാൻ പോയി. പിന്നെ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഫുള്ള് കൂടെയായി. ആ ഒരു ഗ്രാമത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അവിടെ ഒരു വീടും പരിസരവും കിണറെല്ലാം. കാഞ്ഞങ്ങാട്. അടുത്ത് നമ്മളടുത്ത്. ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോകും, അഭിനയിച്ചിട്ട് വരും, അത്രേ ഇല്ല, ഒരു 20 മിനിറ്റ് ദൂരം. കഴിഞ്ഞിട്ടും നമുക്ക് കഴിഞ്ഞിട്ടാ പോലെ രാവിലെ കഴിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. മേക്കപ്പായത് ഓർമ്മയില്ല, എല്ലാ ദിവസവും പോകല്ലേ. ആ ഷൂട്ടിങ്ങിൽ എൻ്റെ വേഷമില്ലെങ്കിൽ ഞാൻ പോകും. ആ രസമല്ലേ നമുക്ക്. ആണെങ്കിലും ഒരു ഇന്ദ്രൻ ചേട്ടൻ നാട്ടുകാരനായിരുന്നു അവിടുത്തെ. വേറൊരാളായിട്ട് ഇന്ദ്രൻ ചേട്ടനായിട്ടല്ല, നാട്ടുകാരൻ വേണോട്ടന്നെ. എല്ലാവർക്കും ഇഷ്ടമാണ്. വലിയ പ്രായമില്ല, വയസ്സായവരൊക്കെ വരും. അതിൽ വയസ്സായവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ എല്ലാം പുതിയ ആൾക്കാരാണ്, ശരണം. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, സംഭവം ഇഷ്ടമായി, ഭയങ്കര രസമായിട്ട്. നല്ല രസവും സിനിമ. പാട്ടും ഭയങ്കര ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്.
എങ്ങനെയുണ്ടായിരുന്നു കാസർഗോഡുള്ള ഷൂട്ട്? ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ ചേട്ടന് ഏറ്റവും ചലഞ്ചായിട്ട് തോന്നിയത് എന്തായിരുന്നു അതില്? ഈ ഒരു വേഷം ഒന്നുമില്ല, അത് എനിക്ക് സ്വസ്ഥമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രം. ഒരുപാട് അങ്ങനെ ടെൻഷനൊന്നുമില്ല. പിന്നെ ഭാഷയും ഞാൻ അത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ നിൽക്കേണ്ടതില്ല. ഞാൻ ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് ചെന്ന് ചേർന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും വന്നു പോകുന്നതൊക്കെ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഉള്ളതും ഉണ്ണിയൊക്കെ ഈ പറയും പോലെ നിസ്സാരന്മാരൊന്നുമില്ല, ഒന്ന് പേടിച്ച് തന്നെ നിൽക്കണം. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എല്ലാം ഡ്രാമക്കാരാണ്, നാടകത്തിലൊക്കെ കളിച്ച് തെളിഞ്ഞവരൊക്കെയാണ്. അല്ലാത്തവരുമുണ്ട്, അവരും ഒക്കെ ഭയങ്കര നല്ല സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷനും. കാരണം എല്ലാം എനിക്ക് തോന്നുന്നു സന്തോഷിയുടെ ഡയറക്ടറുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ തന്നെയാണ് നാടകക്കാരും. അവരും അങ്ങനെ ഒരു വലിയ കൂട്ടുകെട്ടുണ്ട് അദ്ദേഹത്തിന്, പ്രൊഡ്യൂസർ ഉൾപ്പെടെ. അങ്ങനെ ഒരു ദേശത്ത് മനസ്സുകൊണ്ടവരെല്ലാം ഒരു കണക്കാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം അതിലുണ്ടായിരുന്നു. നാട്ടുകാരും ഒക്കെ സഹകരിച്ചത് അങ്ങനെയൊക്കെ. ഇന്ദ്രൻ ചേട്ടൻ്റെ ചിരിയാണ് ഏറ്റവും കൂടുതലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ നിഷ്കളങ്കമായ മുഖം, നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു നിഷ്കളങ്കത ഉണ്ടാവും എപ്പോഴും. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്തുനിന്ന് അതങ്ങ് മാറിപ്പോവും. ശരിക്കും മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നിഷ്കളങ്കമായി ചിരിച്ചാൽ പോലും അതൊരു ക്യൂട്ട്നെസ് ഒന്നുണ്ടല്ലോ. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ ഇത്രയും കാലം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ നിഷ്കളങ്കമായ ചിരി തന്നെയാണ്. ഒരിക്കലും മാറിയിട്ടില്ല അത്. ഈ ചിരി ഇന്ദ്രൻ ചേട്ടൻ്റെ മുഖത്ത് എപ്പോഴും ചിരി കാണുന്ന ആൾക്കാർക്ക് ഈ ചിരി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? ചില സമയത്ത് ഈ ചിരി ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ നിർത്താൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു മൂഡിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴപ്പോഴുള്ള മൂഡ് തന്നെ. അതിനു വേണ്ടി അഭിനയിക്കാറേ ഇല്ല. സിനിമ ഇല്ലെങ്കിൽ അഭിനയിക്കാൻ നിന്നിട്ടേ ഇല്ല. സിനിമയിലേ മാത്രമേ അഭിനയിക്കുള്ളൂ. ബുദ്ധിമുട്ടാ, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. എനിക്കത് എന്താ പറയാ, എത്ര കണ്ടാലും നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോസിന്റെ ഒക്കെ കമന്റുകളൊക്കെ കാണുമ്പോൾ ഇത്രയും വലിയ കലാകാരൻ, ആ എളിമ, നിഷ്കളങ്കതയെ പറ്റിയൊക്കെയാണ് എപ്പോഴും ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. ചേട്ടന്റെ ഓരോ അവാർഡുകളും ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോലെ തന്നെയാണ്. അത്രയും സ്നേഹിച്ച് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് എത്താൻ താമസിച്ചു പോയിന്ന്? കൊതിയുണ്ടായിരുന്നു അന്ന്. പക്ഷെ കോമഡി ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ തോന്നിയില്ല. എന്നാലും അങ്ങനെ നിരാശ തോന്നാത്തത് അങ്ങനെയൊക്കെയുള്ള ചില കഥാപാത്രങ്ങൾ എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ ഈ ഒരുപാട് മാറ്റം വന്നു തന്നെ, എൻ്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റം. കാലം കുറേ മാറ്റമില്ലേ എല്ലാ രീതിയിലും, കാഴ്ചക്കാരിലും. ഞാൻ മാത്രം പോരല്ലോ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും മാറ്റം വരണ്ടേ. ഇല്ലെങ്കിൽ അത് പഴയത് തന്നെ ബുദ്ധിമുട്ടാണ്. തലമുറകളും മാറി, സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന ആൾക്കാർ മാറിക്കഴിഞ്ഞു. അപ്പൊ അത്രയും വരെ മോഹിച്ചെടുത്ത് എത്തുന്നത് വരെ പിടിച്ചു നിൽക്കുക ഒരു വലിയ പാടാണ്. പലർക്കും അവിടെ എത്തുന്നതിന് മുമ്പ് ആ ട്രാക്കിൽ നിന്ന് തന്നെ ചാടിപ്പോവും. അപ്പൊ നിലനിൽപ്പാണ് പ്രധാനം. അങ്ങനെ നിൽക്കാൻ പറ്റിയാൽ പല പരീക്ഷണവും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ കോസ്റ്റ്യൂമർ ആയിരുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാർ പലരും അവരിട്ട കോസ്റ്റ്യൂം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ അഭിനയം മാത്രമായതിനു ശേഷം ഇതേപോലെ ഇന്ദ്രൻ ചേട്ടൻ ഇട്ട വേഷം ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും? ഞാൻ ഒന്ന് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മൺറോ തുരുത്ത് എന്ന് പറഞ്ഞൊരു പടത്തിലൊരു കഥാപാത്രമുണ്ട്, ഒരു അച്ചുമാമൻ. ആ കോസ്റ്റ്യൂം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്ന് എന്താ പറയാ, കോസ്റ്റ്യൂമർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ടെൻഷനുണ്ട്, റിസ്ക് ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്നാലും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അഭിനേതാവ് എന്നുള്ള രീതിയിൽ എടുത്തിരുന്ന ടെൻഷനാണോ അതൊരു കോസ്റ്റ്യൂമർ ആയിരുന്ന ടെൻഷനാണോ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്തത് എപ്പോഴായിരുന്നു? കോസ്റ്റ്യൂമർ എന്തായിരുന്നു അതിൽ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയാം? ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തു വെക്കുന്നതാവില്ല. പെട്ടെന്ന് ഒരു ആർട്ട് ഡയറക്ടർ ചെയ്യുന്ന ഒരു പെയിൻറ്, അവർ സെലക്ട് ചെയ്യുന്ന റൂം, അപ്പം ക്യാമറാമാൻ്റെ പാറ്റേൺ നമ്മളുടെ മനസ്സുമായിട്ടൊക്കെ ഒത്തുവരാത്ത ചില മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര കുഴപ്പമായി. ഈ ഡ്രസ്സും ആ ലൈറ്റും പലരും ഒരുപോലെ ആയിപ്പോവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഷൂട്ടിങ്ങിന് തടസ്സം വരരുതല്ലോ. അത് ഓടി നടന്ന് അടുത്ത ദിവസത്തേക്ക് സെറ്റ് ചെയ്യാൻ വലിയ എപ്പോഴും ഉറച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മിക്കവാറും ടെക്നീഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ്. എല്ലാ ടെക്നീഷ്യന്മാരും അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അതൊന്നും അറിയണ്ട. അവരുടെ ക്യാരക്ടറിലേക്ക്
പരമാവധി ചേർന്നാൽ അവന് നന്നേ ഉള്ളൂ. ടെക്നീഷ്യന്മാരുടെ അധ്വാനം തന്നെയാണ് വരുന്നത് സിനിമയ്ക്ക്. ഇപ്പൊ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറെ കൂടെ ഈസിയാണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കാനും സാധനങ്ങൾ വാങ്ങുന്നതിനാണെങ്കിലും നമുക്ക് എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ എല്ലായിടത്തും കിട്ടും. അന്നത്തെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? അന്ന് നമ്മൾ തന്നെ തയ്ച്ചു തീർത്തൊക്കെ ചെയ്യണ്ടേ. ഇപ്പൊ ഇഷ്ടംപോലെ റെഡിമെയ്ഡ് എല്ലാം കിട്ടും. കൊണ്ടുവന്ന് ക്യാമറാമാനോ ഡയറക്ടറോ ഒക്കെ ആർട്ടിസ്റ്റിന്റെ ചോയ്സ് അനുസരിച്ച് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാനുള്ള സൗകര്യം തന്നെയുണ്ട്. മറ്റേ അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വരണം. ഇപ്പം അദ്ദേഹം ആണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ എന്താ പറയാ യാദൃശ്ചികമായി ആക്സിഡന്റലി വന്നതാണെന്ന് പറയാം. സിനിമയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന നാടകത്തിലുണ്ട്, നാടകം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ സിനിമ ഒരു സ്വപ്നമായിട്ടെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായി? സിനിമ ഏറ്റവും കൂടുതൽ സിനിമ കാണുമായിരുന്നു. ചെറുപ്പത്തിലേ സിനിമ കാണും. അച്ഛനും അമ്മയും പണ്ട് ജയന്റെ നസീറിന്റെ സിനിമ കാണിച്ചു തരുമായിരുന്നു. സെക്കൻഡ് ഷോക്കാ പോലെ. അച്ഛൻ പഠിക്കെല്ലാം പോയിട്ട് വന്നിട്ട് വേർത്ത് വന്നിട്ട് കുളിച്ചിട്ട് ഒരു പോക്കുണ്ട്. ആ ജയന്റെ എല്ലാം പടം കാണാൻ, നസീറിന്റെ പടമെല്ലാം കണ്ട ഭയങ്കര സിനിമയോട് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാലങ്ങൾ മാറുമ്പോൾ പിന്നെ നമ്മളെ ഒരു പക്വതയിലെത്തുമ്പോൾ നമ്മൾ റിലീസ് പടം കാണാം. മോഹൻലാലും മമ്മൂട്ടി ഇങ്ങനത്തെ ആദ്യമുണ്ട് എല്ലാ പടവും പോയി കാണും. ടിക്കറ്റ് കിട്ടിയിട്ടെങ്കിൽ ആടെ വരെ നിൽക്കും 2-2.5 മണിക്കൂർ. അത് നിന്നിട്ട് അടുത്ത ഷോക്ക് ക്യൂ നിന്നിട്ട് അന്ന് കയ്യൂക്കുള്ള കാര്യമൊക്കെ അല്ലേ, ഓൺലൈൻ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതിന്റെ കഥ വെച്ചിട്ട് വലിച്ചിട്ടിട്ട് എടുത്തിട്ട് ഓടലാണ്. അതിന്റെ ഫ്രണ്ടില് ബാക്കിലൊന്നുമല്ല, അവര് 10 രൂപ 20 രൂപ ഉണ്ടാവും. ആയിരത്തി മുമ്പ് സിനിമ കണ്ടിട്ട് വരും. അതുപോലെ എന്റെ നാട്ടിലെ ഒരു തിയേറ്റർ ഉണ്ട്, പാക്കന തിയേറ്ററിൽ. അത് കഴിഞ്ഞിട്ട് ഇടിയും വന്നിട്ട് സിനിമ കാണും. 2-3 പടം കാണാൻ ഭയങ്കര ത്രില്ലാണായിരുന്നു നമ്മുടെ ടീം. അങ്ങനെ സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് സ്വപ്നത്തിൽ പോയി വിചാരിച്ചിട്ട് അങ്ങനെയല്ലോ നമ്മളെ ചിന്തയിലുണ്ടായില്ല. നമുക്ക് പറ്റൂലെന്ന് വിചാരിച്ച് മാറിയിട്ടുണ്ട്. നടന്മാരെല്ലാം കാണുന്നത് ശ്രീനിവാസ് സാറിനാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അതിനെ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പിന്നെ അനശ്വര ടെക്സ്റ്റ് മറക്കൂല, 30 വർഷമായി. അപ്പോൾ അതിനെ ഇങ്ങനെ കൈ കൊണ്ടെല്ലാം ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടി കൈ തൊട്ട് തൊട്ട് ഞാൻ ഓടിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നെ ശ്രീനിവാസ് സാർ എന്നെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് അഭിനയിക്കാനൊക്കെ പറ്റി. മഴവിൽ മനോരമയിലും വരുമ്പോൾ ഉണ്ണീനെ ഒന്ന് കാണണമെന്നൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി കണ്ട് അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ ജയറാമേട്ടനൊക്കെ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ കൈ തന്നു. ഉണ്ണിയെ എൻ്റെ കഥയൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഭയങ്കര സന്തോഷം. നമ്മള് സിനിമ വെള്ളി വെളിച്ചൊന്നും ഇല്ലല്ലോ സാധാരണ. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു കലാകാരനിട്ട ഒരു ഊർജ്ജമായിരിക്കും. ഇന്ദ്രസേട്ടൻ അങ്ങനെയുണ്ടല്ലോ, കലാകാരനാണ്. നാടകം, മൈമ്, സ്കിറ്റൊക്കെ യാത്ര ചെയ്തിട്ട് 25 വർഷം. അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം നമ്മള് സിനിമയിൽ കാണുന്നത്. ഇപ്പൊ എവിടെ പോയാലും അവിടെ മറിവായ ഉണ്ണിയല്ലേ എന്ന് ചോദിക്കും. കൊടു കയ്യെല്ലാം തരും, ഒരു ഫോട്ടോയെല്ലാം എടുക്കും. സന്തോഷം അതൊക്കെ. ഈ സിനിമയിൽ നമ്മള് മോളുടെ ആഗ്രഹത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മുടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്ര ഭയങ്കര കയ്യെത്താത്ത ദൂരത്തുള്ള സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് അതിലേക്ക് എത്താൻ സാഹചര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ആഗ്രഹിച്ച് നേടിയെടുത്ത ആ ഒരു കുഞ്ഞ് സന്തോഷം എന്തൊക്കെയായിരിക്കും? ഇന്ദ്രൻ സാറിനോട് ചോദിക്കുവാണെങ്കിൽ. വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ഒരു സീൻ ചെയ്യണമെന്ന് തോന്നും. ആദ്യം ഒരു ഡയലോഗ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി കൂടെ വലുതായിരുന്നെങ്കിൽ, അങ്ങനെ വരില്ലേ. അത് ഓരോ സിനിമയും അത് ഓടുമ്പോഴത്തേക്ക്, നമ്മുടെ ഒരു പോസ്റ്റർ വരുമ്പോഴത്തേക്ക് ഒക്കെ ഓരോ ഞെട്ടല ഓരോ ദിവസം. സിനിമ തന്നെയാണ് ആഗ്രഹങ്ങൾ എപ്പോഴും. ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലേ. നമ്മൾ നാടകത്തിൽ തുടങ്ങിയതാ. പക്ഷെ അപ്പോൾ പവർ അത് തന്നെയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് നിസ്സാരമല്ലാത്തത് അത് തന്നെയാണ്. എങ്കിലും അതിൻ്റെ ഒരു 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 തള്ളലല്ലേ ഒരു നമ്മൾ സിനിമയിൽ തന്നെ മോഹിച്ചത്. പിന്നെ തൊഴിലില്ലെങ്കിൽ ഒരിക്കലും വന്നെത്തുമൊന്നുമില്ല. ആരും അങ്ങനെ അടുപ്പിക്കുകയൊന്നുമില്ല. ഷൂട്ടിങ് കാണാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ ആ തൊഴിൽ തന്നെ അതിൻ്റെ ഒരു ബലമാണ് എനിക്ക് അവരോട് ചേർന്ന് സഞ്ചരിക്കാൻ പറ്റിയത്. പരീക്ഷണങ്ങൾക്ക് എനിക്കൊരു ഇടം തന്നത് തൊഴിലാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പാഷൻ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷെ പാഷനും നമ്മുടെ ജോലിയും ഒന്നാവുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷവും സുഖമൊക്കെ ഉണ്ട്. അത് രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കും. എനിക്ക് വേറൊരു കാര്യം, ഉണ്ണീനെ പറ്റി ഇതേപോലെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ, അമ്മ പണ്ട് പണിയെടുത്തിരുന്ന പാഠം വാങ്ങിച്ച അമ്മയ്ക്ക് തന്നെ കൊടുത്ത ഒരു കഥ ഞാൻ കേട്ടു. അതൊരു വലിയ അതേന്ന് വെച്ചാലേ ഈ അമ്മക്ക് വെച്ച് പ്രായമാകുമ്പോ അമ്മക്ക് പണിയെടുക്കാൻ ഇക്കോണെന്ന് പറയും. ആരാന്റെ കണ്ടത്തിലെല്ലാം മൂർന്നിട്ട് കൊണ്ടുവന്നിട്ട് മുറിച്ചിട്ടൊക്കെ നല്ല അരിയെല്ലാം ആക്കിയിട്ടാ നമ്മളെല്ലാം പോറ്റിയത്. അച്ഛനോ അതെ കൃഷിപ്പണി. നമ്മളെ വീട്ടിൽ കൃഷിയൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മളുടെ കാലഘട്ടം. ഭയങ്കര കഷ്ടപ്പാട്, അല്ലെങ്കിൽ നല്ല കുപ്പായില്ലാത്ത നല്ല ആ ഒരു കാലം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മാറുമ്പോൾ നമുക്ക് പണിയെടുത്ത് എന്ത് വേണമെങ്കിൽ അമ്മക്ക് കൊണ്ടു കൊടുക്കും. അമ്മ ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ആ പഴയ പോലെ കണ്ടത്തിലെ പഴയെടുക്കണം,
ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കൃഷി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കൃഷി കണ്ടെത്തി. ആടെ കൃഷി മേടിച്ച് വലിയ പൈസ ഒന്നുമില്ല, മേടിച്ച് കുറച്ച് സ്ഥലമുണ്ട്, ഒരു 10-50 സെന്റ് ഉണ്ട്, 3 കണ്ടം. ആടെ അടിപൊളിയായിട്ട് ഞാൻ അമ്മേനെ കൂട്ടിട്ട് വന്നു. അവിടെ ഇത് നിങ്ങൾക്കില്ലാന്ന്, ഇത് നമ്മളുടെ പണിയെടുക്കും, നിങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് പണിയെടുത്തോ, ഇത് നമ്മൾ സ്വന്തം കണ്ടാന്ന്. ഇത് അമ്മക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ അമ്മ സത്യടാ നീ ഇത് പറഞ്ഞ സത്യം, ഇത് എടാ ഞാൻ ഈടെല്ലാം മൂർന്നിട്ടാണ് നിന്നെല്ലാം പോറ്റിയത്. അപ്പൊ അമ്മേന്റെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത സ്ഥലമായിരുന്നു മേടിച്ചു കൊടുത്തത്. കൃഷിയാണെങ്കിലും വേറെ ഒന്നും എടുക്കാൻ തോന്നിയിട്ടാ. ഒരു കണ്ടം അല്ലെ നമ്മുടെ നാട്ടിൽ കണ്ടം എന്ന് പറയുക കൃഷി സ്ഥലം, അത് മേടിച്ച് ഇപ്പം ഉണ്ടത്. പലരും ചോദിക്കും അത് കൊടുക്കുന്നവരും ചോദിക്കും, കൊടുക്കാനെടുത്തല്ല, അത് അമ്മക്കില്ല. അമ്മ ഇപ്പവും അതിന് മൂരും എല്ലാം ചെയ്യും. ഞാനും പോവും, ഇടവേള സമയത്തെല്ലാം പോയിട്ട് കൃഷി ഉണ്ടാക്കും. അതിന് കൊണ്ടുവന്നിട്ട് കുത്തിയേരിയാണ്, അത് കഞ്ഞി കുടിക്കും, വയറസ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഊഹിച്ചെടുക്കുന്ന കേട്ടോ, നമ്മൾ ഇതായിരിക്കും അതിന്റെ അർത്ഥം. ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ പ്രോസസ്സിങ് നടക്കുകയാണ്, ഇതായിരിക്കും അതിന്റെ അർത്ഥം. ഇല്ല ഇന്ദ്രൻസേട്ടന് തോന്നിയിട്ടില്ലേ? ഇതുപോലെ എങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയാ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തു എന്നുള്ളൊരു ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനും ഒക്കെ അച്ഛൻ്റെ പണി തന്നെ ചെയ്തു പോകുന്നു. അത് ഓരോ തൊഴിൽ ചെയ്യുന്നവർക്ക് അത് ചെയ്താലേ തൃപ്തി വരുള്ളൂ. അത് വളരെ അഭിമാനത്തോടെ ചെയ്യുന്നതാണ്. അതാണ് ഉണ്ണിയുടെ അമ്മയും പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനപ്പുറം എന്തുകൊണ്ട് കൊടുത്താലും അവർക്ക് തൃപ്തിയില്ല. അവരെന്ത് ചെയ്തു നമ്മളെ വളർത്തി അതില്ല, അവർക്കാണ് അതിൽ സംതൃപ്തിയുള്ളൂ. നമ്മളെല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണല്ലേ. അതെ. പിന്നെ തലമുറ മാറിയപ്പോഴും നമ്മള് ഇടയ്ക്ക് പലരും പറയും എന്നെ പോലെ കഷ്ടപ്പെടരുത് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് അവരെ വേറൊരു തലത്തിലേക്ക് വിടും. അത് ചെയ്യണ്ട, നമ്മുടെ പണി ചെയ്യണ്ട. അതാണ് പലയിടത്തും വിജയിച്ചു എന്ന് പറയാൻ പറ്റൂല. നമ്മളുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് അത് കാരണമാണ്. നമ്മളിപ്പം വളർത്തുകയും അല്ലാത്തത് പഠിപ്പിക്കുകയും അവനിവിടെ നിൽക്കക്കള്ളിയില്ലാതെ അവനെ നാട് കടത്തുകയും കുട്ടികളെ പഠിപ്പിച്ചിട്ട് ചെയ്യുന്നത് അടിസ്ഥാനമായിട്ട് നമ്മുടെ എന്താണ് തൊഴിൽ, എന്തായിരുന്നു വേണ്ടതെന്ന് തിരിച്ചറിവ് എപ്പോഴോ നഷ്ടപ്പെട്ടു. ഈ ഒരു എന്താ പറയാ നമ്മൾ ഇഷ്ടപ്പെടുന്ന തൊഴിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് പലപ്പോഴും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അത്രയധികം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് എത്തി അവിടെ നല്ലൊരു പേരെടുത്ത് ഇനിയും പുതിയ പുതിയ വർക്കുകൾ കിട്ടുന്നു എന്നുള്ളത് ആ ഒരു പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയൊരു സംഭവം അതാണ്. ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും, നമ്മൾ എത്തിപ്പെടുന്ന വഴി വേറെ ആയിരിക്കും, എവിടെ പോകണമെന്നറിയാതെ ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇന്ദ്രൻസേട്ടനൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടാണ്. അല്ല, അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അന്ന് എങ്ങനെ നിന്നു എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല. അത്രയും മാറിപ്പോയി, സിനിമയും സാഹചര്യവും മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപമ പറയാനില്ല. അവർ ചെയ്യുന്നത് നമ്മൾ അതിശയിച്ച് നോക്കി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുണ്ടലപുരാണം എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മളോട് തുടങ്ങിയിരുന്നത്. അപ്പൊ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ പോസ്റ്ററിൽ നമ്മൾ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പൊ ആരൊക്കെയായിരുന്നു മെയിനായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അഭിനയിക്കുന്നത്? അറിയാം, ബാബു എന്നൂരും ഇവരൊക്കെ തന്നെ. പക്ഷെ എന്നാലും പലരും ഇതിലൂടെ ഇനി അറിയുമെന്ന് തോന്നുന്നു. അത്രയും നന്നായിട്ട് ഒരു സീനാലും പെർഫോം ചെയ്തവരുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന കുണ്ടലപുരാണം എന്ന് പറയുന്ന ഈ ഒരു നല്ല സിനിമ ജനങ്ങളെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.